Hi friends, welcome to the audio class sessions of Kerala PSC Online Guruji YouTube channel. This is Rohit. In our today's Indian history class, we are continuing the important incidents happens in pre-independent India. Today we are starting with Champaran Satyagraha. Champaran Satyagraha took place in 1917 in Champaran, ബീഹാർ. നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസിന്റെ തുടർച്ചയായിട്ടാണ് ഇന്നത്തെ ക്ലാസ്. നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ചമ്പാരൻ സത്യാഗ്രഹമാണ്. ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് 1917 ബീഹാറിലെ ചമ്പാരനിലാണ്. ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് 1917 ബീഹാറിലെ ചമ്പാരനിലാണ്. Champaran Satyagraha was led by Gandhiji. This was Gandhiji's first Satyagraha in India. ചമ്പാരൻ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ഗാന്ധിജിയാണ്. ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ഗാന്ധിജിയാണ്. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. Champaran Satyagraha was started as a movement by the indigo farmers. ചമ്പാരൻ സത്യാഗ്രഹം ആരംഭിക്കുന്നത് ഇൻഡിഗോ ഫാർമേഴ്സ് അല്ലെങ്കിൽ നീലം കർഷകരുടെ സമരത്തോടുകൂടിയാണ് ചമ്പാരൻ സത്യാഗ്രഹം ആരംഭിക്കുന്നത്. അപ്പോൾ ചമ്പാരൻ സത്യാഗ്രഹം ബന്ധപ്പെട്ടിരിക്കുന്നത് നീലം കർഷകരാണ്. നീലം കർഷകരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണ് ചമ്പാരൻ സത്യാഗ്രഹം. The local leader of Champaran Satyagraha was രാജ്കുമാർ ശുക്ല. പ്രാദേശികമായിട്ട് ചമ്പാരൻ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് രാജ്കുമാർ ശുക്ല. പ്രാദേശികമായിട്ട് ചമ്പാരൻ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് രാജ്കുമാർ ശുക്ല. സന്ത് റാവത്ത് or മഹങ്ക് റാവത്ത് was a person who convinced Gandhiji to visit Champaran. ചമ്പാരൻ സന്ദർശിച്ച് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച വ്യക്തിയാണ് സന്ത് റാവത്ത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മറ്റൊരു പേരാണ് മഹങ്ക് റാവത്ത്. ചമ്പാരൻ സത്യാഗ്രഹം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ഗാന്ധിജിയെ പ്രേരിപ്പിച്ച വ്യക്തിയാണ് സന്ത് റാവത്ത് അല്ലെങ്കിൽ മഹങ്ക് റാവത്ത്. സന്ത് റാവത്ത് വാസ് ദ പേഴ്സൺ ഹു കാൾഡ് ഗാന്ധിജി ഫസ്റ്റ്ലി as ബാപ്പു, ദാറ്റ്സ് മീനിങ് ഫാദർ. ഗാന്ധിജിയെ ബാപ്പു എന്ന് ആദ്യമായി വിശേഷിപ്പിച്ച വ്യക്തി സന്ത് റാവത്താണ്. ബാപ്പു എന്ന് പറഞ്ഞാൽ ഫാദർ, പിതാവ്. ബാപ്പു എന്ന് മഹാത്മാഗാന്ധിയെ ആദ്യമായി വിശേഷിപ്പിച്ച വ്യക്തിയാണ് സന്ത് റാവത്ത്. സന്ത് റാവത്താണ് ഗാന്ധിജിയെ ആദ്യമായിട്ട് ബാപ്പു എന്ന് വിളിച്ചത്. ഇന്ത്യ കമമറേറ്റഡ് ദ സെന്റിനറി ഓഫ് ചമ്പാരൻ സത്യാഗ്രഹ ഇൻ 2017. 2017 രാജ്യം ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികം ആഘോഷിച്ചു. 2017 രാജ്യം ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികം ആഘോഷിച്ചു. ഇപ്പൊ ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് 1917 ബീഹാറിലെ ചമ്പാരനിലാണ്. ഇതിന് നേതൃത്വം കൊടുത്തത് ഗാന്ധിജിയാണ്. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ്. ചമ്പാരൻ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് നീലം കർഷകരുടെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ പ്രാദേശികമായി നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് രാജ്കുമാർ ശുക്ല. ചമ്പാരൻ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നതിനായി ഗാന്ധിജിയെ നിർദ്ദേശിച്ച വ്യക്തിയാണ് സന്ത് റാവത്ത് അല്ലെങ്കിൽ മഹങ്ക് റാവത്ത്. സന്ത് റാവത്താണ് ഗാന്ധിജിയെ എങ്ങനെ വിശേഷിപ്പിച്ചത്? ആദ്യമായിട്ട് ബാപ്പു അല്ലെങ്കിൽ ഫാദർ. രാജ്യം ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികം ആഘോഷിച്ചത് 2017. നെക്സ്റ്റ് വൺ ഈസ് അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്. അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്. അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് took place in 1980 in ഗുജറാത്ത്. അടുത്തത് അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് അല്ലെങ്കിൽ അഹമ്മദാബാദ് തുണിമിൽ സമരം. അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് 1918
അഹമ്മദാബാദ്, ഗുജറാത്തിലാണ് നടക്കുന്നത്. അഹമ്മദാബാദ് മിൽ സമരം നടക്കുന്നത് 1918 ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ്. ഗാന്ധിജി വാസ് ദ ലീഡർ ഓഫ് അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്. The strike arose due to conflicts in plague bonus between the textile owners and workers. ഗാന്ധിജിയാണ് അഹമ്മദാബാദ് മിൽ സമരത്തിന് നേതൃത്വം നൽകിയത്. അഹമ്മദാബാദ് മിൽ സമരത്തിന് കാരണം പ്ലേഗ് ബോണസ് അനുവദിക്കുന്നതിൽ ഉടമകളും തൊഴിലാളികളും തമ്മിലുള്ള തർക്കമാണ്. അപ്പോൾ അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന് നേതൃത്വം കൊടുത്തത് ഗാന്ധിജിയാണ്. അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന് കാരണം പ്ലേഗ് ബോണസ് അനുവദിക്കുന്നതിൽ മുതലാളിമാരും തൊഴിലാളികളും തമ്മിലുള്ള തർക്കമാണ്. അനസൂയാബെൻ സാരാഭായി ആൻഡ് അംബാലാൽ സാരാഭായി were the persons invited ഗാന്ധിജി. അഹമ്മദാബാദ് മിൽ സ്ട്രൈക്കിലേക്ക് ഗാന്ധിജിയെ ക്ഷണിച്ച വ്യക്തികളാണ് അനസൂയാബെൻ സാരാഭായിയും അംബാലാൽ സാരാഭായിയും. സഹോദരങ്ങളായിട്ടുള്ള അനസൂയാബെൻ സാരാഭായിയും അംബാലാൽ സാരാഭായിയുമാണ് ഗാന്ധിജിയെ അഹമ്മദാബാദ് തുണിമിൽ സമരത്തിലേക്ക് ആദ്യമായിട്ട് ക്ഷണിക്കുന്നത്. This was Gandhiji's second satyagraha in India and it was the first hunger strike or fasting strike by the Gandhiji in India. ഇന്ത്യയിലെ ഗാന്ധിജിയുടെ രണ്ടാമത്തെ സത്യാഗ്രഹമാണ് അഹമ്മദാബാദ് മിൽ സമരം. അതുകൂടാതെ ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം ഹങ്കർ സ്ട്രൈക്കും ഇത് തന്നെയാണ്, അഹമ്മദാബാദ് മിൽ സ്ട്രൈക്കാണ്. അപ്പോൾ ഇന്ത്യയിലെ ഗാന്ധിജിയുടെ രണ്ടാമത്തെ സത്യാഗ്രഹവും ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹവും അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്. ആഫ്റ്റർ ഗാന്ധിജി's successful strikes, the owners decided to give 35% bonus. Earlier, the workers demanded 50% bonus and the owners agreed only 20% bonus. ഗാന്ധിജിയുടെ സമരത്തിന്റെ ഫലമായിട്ട് പ്ലേഗ് ബോണസ് 35% അനുവദിക്കാൻ മുതലാളിമാർ തീരുമാനിച്ചു. തുടക്കത്തിൽ തൊഴിലാളികൾ 50% ചോദിച്ച ബോണസ് മുതലാളിമാർ 20% മാത്രമേ നൽകൂ എന്ന സ്ഥിതിയിലാണ് അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് തുടങ്ങുന്നത്. ഗാന്ധിജിയുടെ സത്യാഗ്രഹം വിജയകരമായി പൂർത്തിയാക്കിയതിനു ശേഷം പ്ലേഗ് ബോണസ് 35% അനുവദിക്കാൻ മുതലാളിമാർ തീരുമാനിച്ചു. അപ്പോൾ അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് അല്ലെങ്കിൽ അഹമ്മദാബാദ് തുണിമിൽ സമരം 1918 ഗുജറാത്തിലെ അഹമ്മദാബാദില്. അഹമ്മദാബാദ് മിൽ സ്ട്രൈക്കിന് നേതൃത്വം കൊടുത്തത് ഗാന്ധിജിയാണ്. പ്ലേഗ് ബോണസ് അനുവദിക്കുന്നതിൽ മുതലാളിമാരും തൊഴിലാളികളും തമ്മിലുള്ള തർക്കമാണ് അഹമ്മദാബാദ് മിൽ സ്ട്രൈക്കിന് കാരണം. അഹമ്മദാബാദ് മിൽ സ്ട്രൈക്കിലേക്ക് ഗാന്ധിജിയെ ക്ഷണിച്ചത് സഹോദരങ്ങളായിട്ടുള്ള അംബാലാൽ സാരാഭായിയും അനസൂയാബെൻ സാരാഭായിയുമാണ്. അഹമ്മദാബാദ് മിൽ സ്ട്രൈക്കാണ് ഇന്ത്യയിലെ ഗാന്ധിജിയുടെ രണ്ടാമത്തെ സത്യാഗ്രഹവും ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹവും. ഇനി ഗാന്ധിജിയുടെ നിരാഹാര സത്യാഗ്രഹം വിജയിച്ചതിന്റെ ഫലമായിട്ട് പ്ലേഗ് ബോണസ് എത്രയായിട്ടാണ് കൂട്ടിയത്? 35%. അതാദ്യം തൊഴിലാളികൾ എത്രയാണ് ആവശ്യപ്പെട്ടിരുന്നത്? 50%, മുതലാളിമാര് 20%. നെക്സ്റ്റ് വൺ ഈസ് ഖേദ സത്യാഗ്രഹ ഓർ ഖേദ സ്ട്രൈക്ക്. ഖേദ സത്യാഗ്രഹ took place in 1918 in ഗുജറാത്ത്. അടുത്തത് ഖേദ സത്യാഗ്രഹ. ഖേദ സത്യാഗ്രഹ ഖേദ സത്യാഗ്രഹം നടക്കുന്നത് 1918 ഗുജറാത്തിലാണ്. ഖേദ സത്യാഗ്രഹം നടക്കുന്നത് 1918 ഗുജറാത്തിലാണ്. ദിസ് വാസ് ഗാന്ധിജീസ് തേർഡ് സത്യാഗ്രഹ ഇൻ ഇന്ത്യ. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ മൂന്നാമത്തെ സത്യാഗ്രഹമായിരുന്നു ഖേദ സത്യാഗ്രഹ. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ മൂന്നാമത്തെ സത്യാഗ്രഹമായിരുന്നു ഖേദ സത്യാഗ്രഹ. ഖേദ സത്യാഗ്രഹ വാസ് അഗെയിൻസ്റ്റ് ദ ഹൈ ടാക്സസ് ലെവീഡ് ബൈ ബ്രിട്ടീഷേഴ്സ്. ബ്രിട്ടീഷുകാർ ചുമത്തിയ ഉയർന്ന നികുതിക്കെതിരെയാണ് ഖേദ സത്യാഗ്രഹം ആരംഭിച്ചത്. ബ്രിട്ടീഷുകാർ ചുമത്തിയ
ഉയർന്ന നികുതിക്കെതിരെയാണ് ഖേദ സത്യാഗ്രഹ ആരംഭിച്ചത്. The organization started the protest in Kheda, ഗുജറാത്ത് സഭ. ഖേദ സത്യാഗ്രഹത്തിന്റെ തുടക്കത്തില് പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ സംഘടനയാണ് ഗുജറാത്ത് സഭ. ഖേദ സത്യാഗ്രഹത്തിന്റെ തുടക്കത്തില് പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ സംഘടനയാണ് ഗുജറാത്ത് സഭ. The other main leaders of ഖേദ സത്യാഗ്രഹ were സർദാർ പട്ടേൽ ആൻഡ് ഇന്ദുലാൽ യാഗ്നിക്. ഖേദ സത്യാഗ്രഹത്തില് ഗാന്ധിജിയെ കൂടാതെ സമരത്തിൽ പങ്കെടുത്ത മറ്റു പ്രധാന വ്യക്തിത്വങ്ങളാണ് സർദാർ വല്ലഭായ് പട്ടേലും ഇന്ദുലാൽ യാഗ്നിക്കും. ഖേദ സത്യാഗ്രഹത്തില് ഗാന്ധിജിയോടൊപ്പം പങ്കെടുത്ത പ്രധാന നേതാക്കളാണ് സർദാർ വല്ലഭായ് പട്ടേലും ഇന്ദുലാൽ യാഗ്നിക്കും. അപ്പോ ഖേദ സത്യാഗ്രഹ 1918 ഗുജറാത്തില്. ഇത് ഇന്ത്യയിലെ ഗാന്ധിജിയുടെ മൂന്നാമത്തെ സത്യാഗ്രഹം. ഇനി എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഖേദ സത്യാഗ്രഹം? ബ്രിട്ടീഷുകാർ ചുമത്തിയ ഉയർന്ന നികുതിക്കെതിരെ. ഖേദ സത്യാഗ്രഹത്തിന്റെ തുടക്കത്തില് പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സംഘടനയാണ് ഗുജറാത്ത് സഭ. ഖേദ സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയോടൊപ്പം പങ്കെടുത്ത മറ്റു പ്രധാന നേതാക്കളാണ് സർദാർ പട്ടേലും ഇന്ദുലാൽ യാഗ്നിക്കും. Next one is a Rowlatt Act. Rowlatt Act. The Anarchical and Revolutionary Crime Act is the official name of Rowlatt Act. It is also known as the Black Act. അടുത്തത് റൗലറ്റ് ആക്ട്. റൗലറ്റ് ആക്ടിന്റെ ഒഫീഷ്യലായിട്ടുള്ള നെയിം ദ അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ക്രൈംസ് ആക്ട് എന്നാണ്. റൗലറ്റ് ആക്ടിന്റെ ഒഫീഷ്യൽ നെയിം ദ അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ക്രൈംസ് ആക്ട് എന്നാണ്. ബ്ലാക്ക് ആക്ട് അല്ലെങ്കിൽ കരിനിയമം എന്നറിയപ്പെടുന്നത് റൗലറ്റ് ആക്ട് ആണ്. ഗാന്ധിജി കാൾഡ് ദിസ് ആക്ട് ആസ് ബ്ലാക്ക് ആക്ട് ഓർ ബ്ലാക്ക് ലോ. റൗലറ്റ് ആക്ടിനെ കരിനിയമം എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ്. റൗലറ്റ് ആക്ടിനെ കരിനിയമം എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ്. Rowlatt Act was passed by the Imperial Legislative Council Delhi on March 18, 1990. റൗലറ്റ് ആക്ട് ഡൽഹിയിലെ ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൌൺസിൽ പാസാക്കിയത് 1919 മാർച്ച് 18. റൗലറ്റ് ആക്ട് ഡൽഹിയിലെ ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൌൺസിൽ പാസാക്കിയത് 1919 മാർച്ച് 18. Rowlatt Act was made on the recommendation of a Rowlatt Committee headed by Sidney Rowlatt. ബ്രിട്ടീഷുകാരനായിരുന്ന സിഡ്നി റൗലറ്റിന്റെ നേതൃത്വത്തിലുള്ള ആ റൗലറ്റ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് റൗലറ്റ് ആക്ട് നിലവിൽ വന്നത്. ബ്രിട്ടീഷുകാരനായിരുന്ന സിഡ്നി റൗലറ്റിന്റെ നേതൃത്വത്തിലുള്ള റൗലറ്റ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് റൗലറ്റ് ആക്ട് നിലവിൽ വരുന്നത്. റൗലറ്റ് ആക്ട് came into effect on March 1919. 1919 മാർച്ച് മാസത്തിലാണ് റൗലറ്റ് ആക്ട് നിലവിൽ വരുന്നത്. 1919 മാർച്ച് മാസത്തിലാണ് റൗലറ്റ് ആക്ട് നിയമത്തിൽ വരുന്നത്. മഹാത്മാഗാന്ധി കോൾഡ് എ നേഷൻ വൈഡ് ഹർത്താൽ അഗൈൻസ്റ്റ് റൗലറ്റ് ആക്ട് ഓൺ 6th April 1919. It is also known as the Rowlatt Satyagraha. It was the first one of its kind. 1919 ഏപ്രിൽ 6 റൗലറ്റ് ആക്ടിനെതിരായിട്ട് മഹാത്മാഗാന്ധി ഒരു ദേശവ്യാപകമായ ഹർത്താലിന് ആഹ്വാനം ചെയ്യുന്നു. ഇത് അറിയപ്പെട്ടിരുന്നത് റൗലറ്റ് സത്യാഗ്രഹ എന്നുകൂടിയാണ്. ഇത്തരത്തിൽ ദേശവ്യാപകമായി നടത്തുന്ന ആദ്യത്തെ ഹർത്താലായിരുന്നു ഇത്. ഇപ്പോൾ 1919 ഏപ്രിൽ 6 റൗലറ്റ് ആക്ടിനെതിരായിട്ട് ഗാന്ധിജി ഒരു ദേശവ്യാപകമായ ഹർത്താലിന് ആഹ്വാനം ചെയ്യുന്നു. ഇത് അറിയപ്പെട്ട മറ്റൊരു പേര് റൗലറ്റ് സത്യാഗ്രഹം എന്നാണ്. ഇത്തരത്തിൽ ഒരു ദേശവ്യാപകമായ ഹർത്താൽ ആദ്യമായിട്ടായിരുന്നു. In April 10, 1919, the two main leaders of
Rowlatt Satyagraha, Dr. Satyapal and Dr. Saifuddin Kichlu arrested against all protest. 1919 ഏപ്രിൽ 10 റൌലറ്റ് സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാക്കളിൽപ്പെട്ട ഡോക്ടർ സത്യപാലിനെയും ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചിലിനെയും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്യുന്നു. 1919 ഏപ്രിൽ 10 റൌലറ്റ് സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാക്കളായിട്ടുള്ള ഡോക്ടർ സത്യപാലിനെയും ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചിലിനെയും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്യുന്നു. The Viceroy at the time of Rowlatt Act was Chelmsford. റൌലറ്റ് ആക്ട് നിലവിൽ വരുമ്പോഴുള്ള ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്നു ലോർഡ് ചെംസ്ഫോർഡ്. റൌലറ്റ് ആക്ട് നിലവിൽ വരുമ്പോഴുള്ള ഇന്ത്യയുടെ വൈസ്രോയി ലോർഡ് ചെംസ്ഫോർഡ്. അപ്പോൾ റൌലറ്റ് ആക്ട് അതിന്റെ ഒഫീഷ്യലായിട്ടുള്ള പേര് ദ അനാർക്കിൽ ആൻഡ് റവല്യൂഷണറി ക്രൈംസ് ആക്ട്. ഇത് ഏത് പേരിൽ അറിയപ്പെടുന്നു? ബ്ലാക്ക് ആക്ട് എന്നും അറിയപ്പെടുന്നു. ഇതിനെ ബ്ലാക്ക് ലോ എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ്. ഡൽഹിയിലെ ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൌൺസിൽ 1919 മാർച്ച് 18 ഈ നിയമം പാസാക്കി. ബ്രിട്ടീഷുകാരനായിരുന്ന സിഡ്നി റൌലറ്റിന്റെ നേതൃത്വത്തിലുള്ള റൌലറ്റ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് റൌലറ്റ് ആക്ട് പാസാക്കിയത്. ഇത് നിലവിൽ വന്നത് 1919 മാർച്ച് മാസമാണ്. റൌലറ്റ് ആക്ടിനെതിരായിട്ട് 1919 ഏപ്രിൽ 6 ഒരു രാജ്യവ്യാപകമായ ഹർത്താലിന് ഗാന്ധിജി ആഹ്വാനം ചെയ്യുന്നു. ഇതറിയപ്പെട്ടിരുന്നത് റൌലറ്റ് സത്യാഗ്രഹം എന്നാണ്. ഇത്തരത്തിലൊരു ഹർത്താൽ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു. 1919 ഏപ്രിൽ 10 റൌലറ്റ് സത്യാഗ്രഹത്തിന്റെ രണ്ട് പ്രധാന നേതാക്കന്മാരായിട്ടുള്ള ഡോക്ടർ സത്യപാലിനെയും ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചലിനെയും അറസ്റ്റ് ചെയ്യുന്നു. റൌലറ്റ് ആക്ട് നിലവിൽ വരുമ്പോഴുള്ള ഇന്ത്യയുടെ വൈസ്രോയി ആണ് ലോർഡ് ചെംസ്ഫോർഡ്. നെക്സ്റ്റ് വൺ ഈസ് ജാലിയൻവാലാബാഗ് massacre or the Amritsar massacre. The Jallianwala Bagh massacre took place on 13 April 1919 in Jallianwala Bagh, Amritsar, Punjab. അടുത്തത് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല, ജാലിയൻവാലാബാഗ് മസക്കർ അല്ലെങ്കിൽ അമൃതസർ മസക്കർ, അമൃതസർ കൂട്ടക്കൊല. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല അല്ലെങ്കിൽ അമൃതസർ കൂട്ടക്കൊല, ജാലിയൻവാലാബാഗ് മസക്കർ ഓർ അമൃതസർ മസക്കർ. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്നത് 1919 ഏപ്രിൽ 13 പഞ്ചാബിലെ അമൃതസറിലുള്ള ജാലിയൻവാലാബാഗിൽ വെച്ചാണ്. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത് 1919 ഏപ്രിൽ 13 പഞ്ചാബിലെ അമൃതസറിലുള്ള ജാലിയൻവാലാബാഗിൽ വെച്ചാണ്. This tragedy happened to a public meeting on the Baishakhi festival day in Jallianwala Bagh on 13th April 1919. 1919 ഏപ്രിൽ 13 ജാലിയൻവാലാബാഗിൽ ബൈശാഖി ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ഒരു പൊതുജന സമ്മേളനം നടന്നതിലാണ് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല സംഭവിക്കുന്നത്. 1919 ഏപ്രിൽ 13 ജാലിയൻവാലാബാഗിൽ ബൈശാഖി ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് നടന്ന ഒരു പൊതുജന സമ്മേളനത്തിലാണ് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല സംഭവിക്കുന്നത്. The meeting was a protest against the Rowlatt Act and the arrest of Dr. Satyapal and Dr. Saifuddin Kichlu. ജാലിയൻവാലാബാഗിലെ ആ പൊതുസമ്മേളനം റൌലറ്റ് ആക്ടിനെതിരായിട്ടും ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചലു എന്നിവരുടെ അറസ്റ്റിനെതിരെയുള്ള പ്രതിഷേധവുമായിട്ടായിരുന്നു. ജാലിയൻവാലാബാഗിലെ പൊതുജന സമ്മേളനം റൌലറ്റ് ആക്ടിനെതിരായിട്ടാവും ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചലു എന്നിവരുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുമായിരുന്നു. The British officer in charge of the troops and firing was General Dyer. The governor of Punjab at the time of massacre and gave order for firing was Michael O. Dyer. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോഴുള്ള പട്ടാളത്തിന്റെ ചുമതലയും വെടിവെപ്പിന് നേതൃത്വവും കൊടുത്ത വ്യക്തിയാണ് ജനറൽ ഡയർ. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോഴുള്ള പഞ്ചാബിന്റെ ഗവർണറും വെടിവെപ്പിന് ഉത്തരവ് കൊടുത്തതുമായ വ്യക്തിയാണ് മൈക്കൽ ഒ ഡയർ. ഇപ്പോ സൈന്യത്തിന്റെ ചുമതലയുള്ളതും
വെടിവെപ്പിന് നേതൃത്വം കൊടുത്തതുമായ വ്യക്തിയാണ് ജനറൽ ഡയർ. അപ്പോഴത്തെ പഞ്ചാബ് ഗവർണറും വെടിവെക്കാനുള്ള ഉത്തരവിട്ടതുമായിട്ടുള്ള വ്യക്തിയാണ് മൈക്കൽ ഒ ഡയർ. The martial law came into effect soon after the incident by the government. Crawling order. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല കഴിഞ്ഞ ഉടൻ തന്നെ ബ്രിട്ടീഷ് ഗവൺമെന്റ് പുറത്തു കൊണ്ടുവന്ന ഒരു പട്ടാള നിയമമാണ് ക്രാളിംഗ് ഓർഡർ. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ശേഷം ബ്രിട്ടീഷ് ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു പട്ടാള നിയമമാണ് ക്രാളിംഗ് ഓർഡർ. In protest to Jallianwala Bagh massacre, Gandhiji surrendered Kaisari Hind. Rabindranath Tagore renounced his knighthood, and Sir C. Shankaran Nair resigned from Viceroy's Executive Council. ജാലിയൻവാല ബാഗ് കൂട്ടക്കൊലയെ തുടർന്ന് മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ കൈസറി ഹിന്ദ് സ്ഥാനം ഉപേക്ഷിച്ചു. രവീന്ദ്രനാഥ് ടാഗോർ നൈറ്റ്ഹുഡ് അല്ലെങ്കിൽ സർ ടൈറ്റിൽ ഉപേക്ഷിച്ചു. സി ശങ്കരൻ നായർ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൌൺസിലിലെ അംഗത്വം ഉപേക്ഷിച്ചു. ജാലിയൻവാല ബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി കൈസറി ഹിന്ദ് ഉപേക്ഷിച്ചു. രവീന്ദ്രനാഥ് ടാഗോർ നൈറ്റ്ഹുഡ് അല്ലെങ്കിൽ സർ ടൈറ്റിൽ ഉപേക്ഷിച്ചു. സി ശങ്കരൻ നായർ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൌൺസിലിലെ അംഗത്വം ഉപേക്ഷിച്ചു. വിൻസ്റ്റൺ ചർച്ചിൽ ഡിസ്ക്രൈബ്ഡ് ദിസ് മസ്കയർ ആസ് മോൺസ്റ്ററസ്. ജാലിയൻവാല ബാഗ് കൂട്ടക്കൊലയെ വിൻസ്റ്റൺ ചർച്ചിൽ വിശേഷിപ്പിച്ചത് മോൺസ്റ്ററസ് അല്ലെങ്കിൽ പൈശാചികം എന്നാണ്. ഇപ്പൊ ജാലിയൻവാല ബാഗ് കൂട്ടക്കൊലയെ മോൺസ്റ്ററസ് എന്ന് വിശേഷിപ്പിച്ചത് വിൻസ്റ്റൺ ചർച്ചിൽ. The committee appointed to inquire the Jallianwala Bagh massacre was Hunter Commission. ജാലിയൻവാല ബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി ബ്രിട്ടീഷുകാർ നിയോഗിച്ച കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. ജാലിയൻവാല ബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. The governor of Punjab at the time of Jallianwala Bagh massacre, Michael O. Dyer, later assassinated in 1940 March 13 in Coxton Hall, London by an Indian revolutionary Udham Singh. Udham Singh was member of Ghadar party. Udham Singh hanged on 31st July 1940 in England. ജാലിയൻവാല ബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദിയായിരുന്ന പഞ്ചാബിലെ ഗവർണറായ മൈക്കൽ ഒ ഡയറിനെ 1940 മാർച്ച് 13 ലണ്ടനിലെ കോക്സ്റ്റൺ ഹാളിൽ വെച്ച് വധിച്ച വ്യക്തിയാണ് ഇന്ത്യൻ വിപ്ലവകാരിയായ ഉദ്ധം സിംഗ്. ഉദ്ധം സിംഗ് ഗദ്ദാർ പാർട്ടിയിലെ അംഗമായിരുന്നു. ഉദ്ധം സിംഗിനെ ഇംഗ്ലണ്ടിൽ തൂക്കിലേറ്റിയത് 1940 ജൂലൈ 31. അപ്പോ ജാലിയൻവാല ബാഗ് കൂട്ടക്കൊല സമയത്തെ പഞ്ചാബിലെ ഗവർണറായിരുന്ന മൈക്കൽ ഒ ഡയറിനെ 1940 മാർച്ച് 13 ലണ്ടനിലെ കോക്സ്റ്റൺ ഹാളിൽ വെച്ച് വധിക്കുന്നത് ഉദ്ധം സിംഗ്. ഉദ്ധം സിംഗ് ഒരു ഇന്ത്യൻ വിപ്ലവകാരിയായിരുന്നു. അദ്ദേഹം ഏത് സംഘടനയിലെ അംഗമായിരുന്നു? ഗദ്ദാർ പാർട്ടിയിലെ. അതിനെ തുടർന്ന് ഉദ്ധം സിംഗിനെ ലണ്ടനിൽ തൂക്കിലേറ്റിയത് 1940 ജൂലൈ 31. The Viceroy at the time of Jallianwala Bagh massacre was Lord Chelmsford. ജാലിയൻവാല ബാഗ് കൂട്ടക്കൊല നടക്കുമ്പോഴേ ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്നു ലോർഡ് ചെംസ്ഫോർഡ്. ജാലിയൻവാല ബാഗ് കൂട്ടക്കൊല സമയത്തെ വൈസ്രോയി ആയിരുന്നു ലോർഡ് ചെംസ്ഫോർഡ്. ഇപ്പോ ജാലിയൻവാല ബാഗ് മസക്കേർ അല്ലെങ്കിൽ അമൃത്സർ മസക്കേർ, ജാലിയൻവാല ബാഗ് കൂട്ടക്കൊല നടന്നത് 1919 ഏപ്രിൽ 13 പഞ്ചാബിലെ അമൃത്സറിലുള്ള ജാലിയൻവാല ബാഗിൽ വെച്ച്. 1919 ഏപ്രിൽ 13 ജാലിയൻവാല ബാഗിലെ ബൈശാഖി ഫെസ്റ്റിവലിന് ഒത്തുചേർന്ന പൊതുജനത്തിനാണ് ജാലിയൻവാല ബാഗ് കൂട്ടക്കൊലയിൽ ഇരയായത്. ജാലിയൻവാല ബാഗിലെ പൊതുസമ്മേളനം, റൌലറ്റ് ആക്ടിനെതിരെയുള്ള പ്രക്ഷോഭവും ഡോക്ടർ സത്യപാൽ
ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചിലു എന്നിവരുടെ അറസ്റ്റിലുള്ള പ്രതിഷേധവുമായിരുന്നു. ഇനി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല സമയത്തെ സൈന്യത്തിന്റെ നിയന്ത്രണവും വെടിവെക്കുന്നതിന് നേതൃത്വവും കൊടുത്ത വ്യക്തിയാണ് ജനറൽ ഡയർ. ആ സമയത്ത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ട വ്യക്തിയും പഞ്ചാബിലെ ഗവർണറുമായിരുന്നു മൈക്കലോ ഡയർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നതിന് ശേഷം ബ്രിട്ടീഷുകാർ പുറത്തിറക്കിയ പട്ടാള നിയമമാണ് ക്രൌളിംഗ് ഓർഡർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസറി ഹിന്ദ് ഉപേക്ഷിച്ചത് മഹാത്മാഗാന്ധി, നൈറ്റ്ഹുഡ് അല്ലെങ്കിൽ സർടൈറ്റിൽ ഉപേക്ഷിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ, വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൌൺസിലിലെ അംഗത്വം ഉപേക്ഷിച്ചത് സി ശങ്കരൻ നായർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ മോൺസ്ട്രസ് എന്ന് വിശേഷിപ്പിച്ചത് വിൻസ്റ്റൺ ചർച്ചിൽ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ ഹണ്ടർ കമ്മീഷന്. നെക്സ്റ്റ് വൺ ഈസ് ഖിലാഫത്ത് മൂവ്മെന്റ്. ഖിലാഫത്ത് മൂവ്മെന്റ് ഫോംഡ് ഇൻ 1919. അടുത്തത് ഖിലാഫത്ത് പ്രസ്ഥാനമാണ്. ഖിലാഫത്ത് മൂവ്മെന്റ് അല്ലെങ്കിൽ ഖിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊള്ളുന്ന വർഷം 1919. ഖിലാഫത്ത് മൂവ്മെന്റ് അല്ലെങ്കിൽ ഖിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊള്ളുന്ന വർഷം 1919. The Khilafat Committee formed under the leadership of Ali brothers and Muhammad Ali Jinnah. The Ali brothers were Shaukat Ali and Muhammad Ali. ഖിലാഫത്ത് കമ്മിറ്റിക്ക് രൂപം കൊടുത്താൻ നേതൃത്വം നൽകിയവരാണ് അലി സഹോദരങ്ങള്, മുഹമ്മദ് അലി ജിന്ന. അലി സഹോദരങ്ങളായിട്ടുള്ള ഷൌക്കത്ത് അലി, മുഹമ്മദ് അലി, കൂടാതെ മുഹമ്മദ് അലി ജിന്ന എന്നിവർ ചേർന്നാണ് ഖിലാഫത്ത് മൂവ്മെന്റിന്റെ പ്രധാന ഭാഗമായ ഖിലാഫത്ത് കമ്മിറ്റിക്ക് രൂപം കൊടുക്കുന്നത്. ഇപ്പോൾ ഖിലാഫത്ത് കമ്മിറ്റിക്ക് രൂപം കൊടുക്കുന്നത് ഷൌക്കത്ത് അലി, മുഹമ്മദ് അലി, പിന്നീട് മുഹമ്മദ് അലി ജിന്ന. The reason for the Khilafat movement was the dethrone of Caliph of Turkey by the British. ഖിലാഫത്ത് മൂവ്മെന്റ് തുടങ്ങാനുള്ള കാരണം തുർക്കിയിലെ ഖലീഫയെ ബ്രിട്ടീഷുകാർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയതിൽ പ്രതിഷേധിച്ചാണ്. ഖിലാഫത്ത് മൂവ്മെന്റ് തുടങ്ങാൻ കാരണം തുർക്കിയിലെ ഖലീഫയെ ബ്രിട്ടീഷുകാർ പുറത്താക്കിയതിൽ പ്രതിഷേധിച്ചാണ് ഖിലാഫത്ത് മൂവ്മെന്റ് തുടങ്ങുന്നത്. The aim of Khilafat movement was to restore the Khalifa as the ruler. ഖിലാഫത്ത് മൂവ്മെന്റ് അല്ലെങ്കിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ആവശ്യമെന്ന് പറയുന്നത് ഖലീഫയെ തിരിച്ച് തുർക്കിയുടെ ഭരണാധികാരിയായി നിയമിക്കുക എന്നുള്ളതായിരുന്നു. ഖിലാഫത്ത് മൂവ്മെന്റിന്റെ ആശയം അല്ലെങ്കിൽ ആവശ്യം ഖലീഫയെ തുർക്കിയുടെ ഭരണാധികാരിയായി വീണ്ടും നിയമിക്കുക എന്നുള്ളതായിരുന്നു. ഫസൽ ഉൽ ഹഖ് called on an all-India Khilafat conference held in Delhi in 23rd and 24th November 1919 and Gandhiji elected as the first president of All India Khilafat Conference. മുസ്ലിം ലീഗ് നേതാവായിരുന്ന ഫസലുൽ ഹക്ക് നവംബർ 23-24, 1919 ഡൽഹിയിൽ വെച്ച് ഒരു ആൾ ഇന്ത്യ ഖിലാഫത്ത് കോൺഫറൻസ് വിളിച്ചു ചേർക്കുന്നു. അവിടെ വെച്ച് ഓൾ ഇന്ത്യ ഖിലാഫത്ത് കോൺഫറൻസിന്റെ ആദ്യത്തെ പ്രസിഡന്റായിട്ട് ഗാന്ധിജിയെ തെരഞ്ഞെടുക്കുന്നു. 1919 നവംബർ 23-24 തീയതികളിൽ ഡൽഹിയിൽ വെച്ച് മുസ്ലിം ലീഗ് നേതാവായ ഫസലുൽ ഹക്ക് ഒരു ഓൾ ഇന്ത്യ ഖിലാഫത്ത് കോൺഫറൻസ് വിളിച്ചു ചേർക്കുന്നു. അവിടെ വെച്ച് ഓൾ ഇന്ത്യ ഖിലാഫത്ത് കോൺഫറൻസിന്റെ ആദ്യത്തെ പ്രസിഡന്റായിട്ട് ഗാന്ധിജിയെ തെരഞ്ഞെടുക്കുന്നു. Khilafat movement joined hands with the Indian National Congress and took part in the non-cooperation movement from 1920. 1920 മുതൽ ഖിലാഫത്ത് കമ്മിറ്റി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ഒരുമിച്ച് പ്രവർത്തിക്കുകയും നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. 1920 മുതൽ ഖിലാഫത്ത് പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി യോജിച്ചു പോവുകയും നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. ഓൾ ഇന്ത്യ ഖിലാഫത്ത് ഡേ ഒബ്സർവ്ഡ് ഓൺ October 17.
ഒക്ടോബർ 17 ഓൾ ഇന്ത്യ ഖിലാഫത്ത് ഡേ ആയിട്ട് ആചരിക്കുന്നു. ഒക്ടോബർ 17 ഓൾ ഇന്ത്യ ഖിലാഫത്ത് ഡേ ആയിട്ട് ആചരിക്കുന്നു. The main incident happened in Kerala related to Khilafat movement was the Malabar Rebellion in 1921. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് 1921 മലബാർ ലഹള അല്ലെങ്കിൽ മാപ്പിള കലാപം. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന ഏറ്റവും പ്രശസ്തമായ സംഭവമാണ് 1921 മലബാർ ലഹള അല്ലെങ്കിൽ മാപ്പിള കലാപം. In 1924, the Turkey abolished the roles of Sultan and Caliph, and it resulted on the collapse of Khilafat movement. 1924 ഖിലാഫത്ത് പ്രസ്ഥാനം തകരുന്നു. കാരണം തുർക്കി സുൽത്താൻ ഖലീഫ എന്നീ സ്ഥാനങ്ങൾ നിരോധിക്കുന്നു. 1924 ഖിലാഫത്ത് പ്രസ്ഥാനം തകരുന്നു. അതിന് കാരണം തുർക്കി സുൽത്താൻ ഖലീഫ എന്നീ സ്ഥാനങ്ങൾ നിരോധിക്കുന്നു. അപ്പോൾ ഖിലാഫത്ത് മൂവ്മെന്റ് അല്ലെങ്കിൽ ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിക്കുന്നത് 1919 അതിന് നേതൃത്വം കൊടുത്തത് അലി ബ്രദേഴ്സ് അല്ലെങ്കിൽ അലി സഹോദരങ്ങളായിട്ടുള്ള ഷൌക്കത്ത് അലി, മുഹമ്മദ് അലി, കൂടാതെ മുഹമ്മദ് അലി ജിന്ന. ഖിലാഫത്ത് പ്രസ്ഥാനം തുടങ്ങുന്നതിന് കാരണം തുർക്കിയിലെ ഖലീഫയെ ബ്രിട്ടീഷുകാർ പുറത്താക്കിയതിനെ തുടർന്നാണ്. ഖിലാഫത്ത് മൂവ്മെന്റിന്റെ ആവശ്യം ഖലീഫയെ തിരിച്ചു തുർക്കിയുടെ ഭരണം ഏൽപ്പിക്കുക എന്നുള്ളതായിരുന്നു. 1919 നവംബർ 23, 24 തീയതികളിൽ ഡൽഹിയിൽ മുസ്ലിം ലീഗ് നേതാവായ ഫസൽ ഉൽ ഹക്ക് ഒരു ആൾ ഇന്ത്യ ഖിലാഫത്ത് കോൺഫറൻസ് വിളിച്ചു ചേർക്കുന്നു. അവിടെ വെച്ച് ആദ്യത്തെ ഓൾ ഇന്ത്യ ഖിലാഫത്ത് കോൺഫറൻസിന്റെ പ്രസിഡന്റായി ഗാന്ധിജിയെ തെരഞ്ഞെടുക്കുന്നു. 1920 മുതൽ ഖിലാഫത്ത് പ്രസ്ഥാനവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഒരുമിച്ച് പ്രവർത്തിക്കുകയും നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. ഒക്ടോബർ 17 ഓൾ ഇന്ത്യ ഖിലാഫത്ത് ഡേ ആയിട്ട് ആചരിക്കുന്നു. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രധാന സംഭവമാണ് 1921 മലബാർ ലഹള അല്ലെങ്കിൽ മാപ്പിള കലാപം. 1924 ഖിലാഫത്ത് പ്രസ്ഥാനം തകരുന്നു. കാരണം തുർക്കി സുൽത്താൻ ഖലീഫ എന്നീ സ്ഥാനങ്ങൾ നിർത്തലാക്കുന്നു. അത്രയാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ തുടർന്ന് വരുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ ചർച്ച ചെയ്യും. നന്ദി.